ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെനു ഹണി റോസ്. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്. ഇന്ന് 2024 ജനുവരി 1 ആണ്. അപ്പോൾ ഇനി 2024 അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർഷം നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൈഡ്രാ ഫേഷ്യലാണ്. അപ്പോൾ നമ്മളിന്ന് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്കിന്നിലാണ്. കാരണം ഈ സ്കിന്ന് നല്ലൊരു ഹാർഡ് സ്കിന്നും അതുപോലെ തന്നെ കറുത്ത മാർക്സും ഒക്കെ ഉള്ള ഒരു സ്കിന്നാണ്. അപ്പോൾ ഇതിൽ എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ പലരും പല ഡൗട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹൈഡ്രാ ഫേഷ്യൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള റിപ്ലൈ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നത് കൊണ്ട് വേറെ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകത്തില്ല. പിന്നെ രണ്ടെന്ന് പറയുന്നത്, നമ്മുടെ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിലുള്ള ടോക്സിൻസിനെ ഫുള്ള് റിമൂവ് ചെയ്യുന്നു. അത് നമുക്കിപ്പോൾ പിമ്പിൾസോ അതുപോലെ തന്നെ എണ്ണമയ അഴുക്കുകളൊക്കെ ഉള്ളതെല്ലാം ഫുള്ള് ടോക്സിൻസ് റിമൂവ് ചെയ്തിട്ട് അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാവുന്ന ഡെഡ് സ്കിന്നിനെല്ലാം റിമൂവ് ചെയ്ത് സ്കിന്നിന് നല്ലൊരു ഗ്ലോ ആണ് അതിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഓരോ സ്കിന്നിനനുസരിച്ച് ഓരോ ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ പിമ്പിൾസ് ഉള്ളവർക്ക് അതിൻ്റേതായ സൊല്യൂഷനും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നിനാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അത് ഓരോ സ്കിന്നിനനുസരിച്ചായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുന്നത് ഓൾ സ്കിന്നിനും ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫേഷ്യലാണ്. അത് മാത്രമല്ല ഹൈപ്പർ പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ സാഗിങ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഏറ്റവും ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യൽ തന്നെയാണ് ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് കൊണ്ട് വേറൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും സൺ പ്രൊട്ടക്ഷൻ ക്രീം മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഗ്ലോയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ചിലരുടെ സ്കിന്നിൽ 2-3 സിറ്റിങ്സ് ചെയ്യേണ്ടി വരും. ചിലരുടെ സ്കിന്നിൽ അങ്ങനെയല്ല, ഒന്നൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹൈഡ്രാ ഫേഷ്യലിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓൾ സ്കിന്നിന് നമുക്ക് ചെയ്യാൻ പറ്റും. സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ നമുക്ക് മസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഹൈഡ്രാ ഫേഷ്യൽ തന്നെയാണിത്. പിന്നെ ഇതാ നമ്മളിപ്പോൾ ചെയ്ത് റിസൾട്ട് കണ്ടോ, നല്ല പക്ക റിസൾട്ടാണ്. അത്രയും റിസൾട്ട് ഉണ്ട്, അത് പുള്ളിക്കാരിയുടെ ഫേസിലും കാണാനുണ്ട്. അപ്പോൾ ഇതാണ് ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, സീ യു.